നന്മ നിറഞ്ഞോരമ്മേ അതിധന്യേ അതിധന്യേ രാജകന്യേ. നന്മ നിറഞ്ഞോരമ്മേ അതിധന്യേ അതിധന്യേ രാജകന്യേ. കന്യാമറിയേ നീ കരുണക്കടലല്ലോ. കന്യാമറിയേ നീ കരുണക്കടലല്ലോ. താങ്ങും തണലും ഞങ്ങൾക്കെന്നും തായേ നീയല്ലോ. തായേ നീയല്ലോ. നന്മ നിറഞ്ഞോരമ്മേ അതിധന്യേ അതിധന്യേ രാജകന്യേ. താങ്ങും തണലും എന്നും നമുക്കായി നൽകുന്ന സ്നേഹനാഥ, മരിയ ഭക്തനായ തോമസ് അക്കമ്പീസ് പറയുന്നു, കരുണയുടെ കടലാണ് യേശു. ആ യേശുവിലേക്ക്, കരുണക്കടലിലേക്ക് നിന്നെ വഴിതെളിക്കുന്ന സമുദ്രതാരമാണ് മറിയം. പരിശുദ്ധ മറിയം വഴിവിളക്കാണ് യേശുവിലേക്ക്. തന്നിൽ തന്നെ മഹത്വം തേടുന്നവളല്ല, മറിച്ച് യേശുവെന്ന നിത്യരക്ഷയിലേക്ക്, സത്യജീവനിലേക്ക്, സത്യമാർഗത്തിലേക്ക് വഴിതെളിക്കുന്ന സ്നേഹത്തിൻ്റെ കൂടാരം. താങ്ങും തണലുമായി അമ്മ കൂടെയുണ്ടെങ്കിൽ ജീവിതം ധന്യമാണ്. മരിയ ഭക്തരായ ദൈവശാസ്ത്രജ്ഞന്മാർ, മരിയ ശാസ്ത്രജ്ഞന്മാർ എല്ലാവരും അഭയം തേടി പരിശുദ്ധ മറിയത്തിൽ. അതെ, അതുവഴി ദൈവീക ജ്ഞാനത്തിൻ്റെ ഉൾപ്പൊരുളുകൾ പരിശുദ്ധാത്മാവ് അവർക്ക് പകർന്നു കൊടുത്തുകൊണ്ടേയിരുന്നു. കാരണം പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണ് പരിശുദ്ധ മറിയം. കാർമൽ ഗീതങ്ങൾ നമുക്കായി ഒരുങ്ങുമ്പോൾ ആ സ്നേഹത്തണലിനെ, ആ ആശ്വാസക്കാറ്റിനെ, എന്നും കുടപിടിച്ച് നമ്മളെ സംരക്ഷിക്കുന്ന ആ സ്നേഹ വ്യക്തിത്വത്തെ നമുക്ക് സ്നേഹത്തോടെ വണങ്ങാം, ജീവിതത്തിലേക്ക് വിളിക്കാം, അമ്മയുടെ കരം പിടിക്കാം, പാടി പ്രകീർത്തിക്കാം.
കൂടക്കീഴിലെന്ന പോൽ വിഷത്തുള്ളി വീഴാതെ, കൂടാരമെന്ന പോൽ പാപക്കാറ്റേശാതെ, തണൽ മരമെന്ന പോൽ വെയിലേറ്റുപാടാതെ, മഴനിലവെന്ന പോൽ മനം മടുപ്പിയലാതെ, മറിയമെന്നാശ്രയം മരുവിലൻ സാന്ത്വനം, മറിയമെന്നാശ്രയം മരുവിലൻ സാന്ത്വനം, കൂടക്കീഴിലെന്ന പോൽ വിഷത്തുള്ളി വീഴാതെ, കൂടാരമെന്ന പോൽ പാപക്കാറ്റേശാതെ. കാരിരുമ്പോ തോൽക്കും കനിവേ, കാനായിലെ പ്രിയ മധ്യസ്ഥേ, കന്യാവൃതയായ മാതേ, കാവലാം കാരുണ്യവിളക്കേ, ക്രിസ്ത്യാനിക്കഭയം നീ, കർമ്മല കുസുമം നീ, ക്രിസ്ത്യാനിക്കഭയം നീ, കർമ്മല കുസുമം നീ, കരതാരിൽ നൽകും എന്നെ ഞാനമ്മേ, കരുതലോടെന്നെ കാക്കണമേ, കരതാരിൽ നൽകും എന്നെ ഞാനമ്മേ, കരുതലോടെന്നെ കാക്കണമേ, കൂടക്കീഴിലെന്ന പോൽ വിഷത്തുള്ളി വീഴാതെ, കൂടാരമെന്ന പോൽ പാപക്കാറ്റേശാതെ, തണൽ മരമെന്ന പോൽ വെയിലേറ്റുപാടാതെ, മഴനിലവെന്ന പോൽ മനം മടുപ്പിയലാതെ, മറിയമെന്നാശ്രയം മരുവിലൻ സാന്ത്വനം, മറിയമെന്നാശ്രയം മരുവിലൻ സാന്ത്വനം, കൂടക്കീഴിലെന്ന പോൽ വിഷത്തുള്ളി വീഴാതെ, കൂടാരമെന്ന പോൽ പാപക്കാറ്റേശാതെ. കൃപയുടെ നിറവായ തായേ, കർത്താവിൻ ദാസിയമമ്മേ, ത്രിലോകരാണിയം മരിയേ, പാവന കന്യയാം ധന്യേ, പത്തിരട്ടി സ്നേഹത്തോടെ പ്രിയനേശുവിനെ കാണാനായി, പത്തിരട്ടി സ്നേഹത്തോടെ പ്രിയനേശുവിനെ കാണാനായി,
പരിശുദ്ധരാജ്ഞി മാതാവേ എന്നും നൽകണമേ നിത്യസഹായം. പരിശുദ്ധരാജ്ഞി മാതാവേ എന്നും നൽകണമേ നിത്യസഹായം. കൂടക്കീഴിലെന്ന പോൽ വിഷത്തുള്ളി വീഴാതെ, കൂടാരമെന്ന പോൽ പാപക്കാറ്റേശാതെ, തണൽ മരമെന്ന പോൽ വെയിലേറ്റുവാടാതെ, മഴനിലവെന്ന പോൽ മനം മടുക്കിയലാതെ, മറിയമെന്നാശ്രയം മരുവിലൻ സാന്ത്വനം, മറിയമെന്നാശ്രയം മരുവിലൻ സാന്ത്വനം. കൂടക്കീഴിലെന്ന പോൽ വിഷത്തുള്ളി വീഴാതെ, കൂടാരമെന്ന പോൽ പാപക്കാറ്റേശാതെ. അലൻ വളരെ മനോഹരമായ വിശേഷണം. കുടക്കീഴിൽ എന്ന പോലെ വിഷക്കാറ്റ്, വിഷത്തുള്ളിയേക്കാതെ അല്ലേ, വിഷത്തുള്ളിയേക്കാതെ, കൂടാരമെന്ന പോൽ പാപക്കാറ്റേശാതെ കാത്തുപാലിക്കുന്ന പരിശുദ്ധ അമ്മയെ മനോഹരമായി പാടിയപ്പോൾ കണ്ണുകളടച്ച് ഇങ്ങനെ അലനിങ്ങനെ പാടിക്കൊണ്ടിരിക്കാൻ ശ്രദ്ധിക്കുകയായത്. അത് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഹൃദയാർച്ചനയാണ്. അതിൽ ലയിച്ചു പാടുവാൻ, അതിനോട് ചേർന്ന് പാടുവാൻ, പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിൽ ലയിക്കുവാനൊക്കെ ഉദകം വിധം കേൾക്കുന്നവർക്ക് പോലും ആ ഒരു അനുഗ്രഹത്തിലേക്ക്, അഭിഷേകത്തിലേക്ക് വരുവാൻ തക്ക വിധം മനോഹരമായി പാടി. അലൻ്റെ പ്രവർത്തന മണ്ഡലം ഏതാണെന്ന് പറഞ്ഞിരുന്നത്? ഞാൻ സൗണ്ട് എഞ്ചിനീയറാണ്. കഴിഞ്ഞൊരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. സൗണ്ട് എഞ്ചിനീയർ. ഏതൊക്കെ തലങ്ങൾക്ക് വേണ്ടി ശബ്ദലേഖനം ചെയ്തിട്ടുണ്ട്? ആക്ച്വലി ഫസ്റ്റ് തുടങ്ങിയത് പഠിച്ചതിന് ചെന്നൈ തന്നെ ആയിരുന്നു ഞാൻ. അവിടെ ഫിലിമിൻ്റെ എഫക്ട്സ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് പോകുമായിരുന്നു. ഇപ്പം ട്രിവാൻഡ്രത്ത് ജോയിൻ ചെയ്തിട്ട് ഒരു 1.5 വർഷമാകുന്നു. ഏതൊക്കെ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ? ഫിലിം, സോങ് റെക്കോർഡിംഗ് ഉണ്ട്, സൗണ്ട് എഫക്ട്സ്. അപ്പോൾ ഏത് മണ്ഡലങ്ങളിലായിരുന്നാലും അവിടെയൊക്കെ ഒരു നന്മയുടെ സന്ദേശവാഹനായി എത്തപ്പെടുവാൻ അല്ലെങ്കിൽ പ്രവർത്തിക്കുവാനൊക്കെയുള്ള എല്ലാ കൃപയും പരിശുദ്ധ അമ്മ വഴി ഈശോ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നമുക്കറിയാം, ഇപ്പം ഇഫക്ട്സ് എന്ന് പറഞ്ഞു, ഒരു ഡയലോഗ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷന് ഇഫക്ട്സ് കൊടുക്കുമ്പോൾ അതിന് മിഴിവുണ്ടാവും, ആ ഫീൽ ഉണ്ടാവും. ഇപ്പം നമ്മൾ പാടുമ്പോൾ ഇവിടെ ഈ സംഗീതോപകരണങ്ങളില്ല എങ്കിൽ അവസ്ഥ എന്തായിരിക്കും? ഇപ്പം നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ട സന്ദീപ് കാജോൺ എന്ന പുതിയ ഇപ്പം സാധാരണ കണ്ടുവരുന്ന ഒരു സംഗീത സാന്ദ്രമാക്കുവാൻ താളാത്മകതയുടെ പുതിയ മാനം തേടുന്ന ഒരു ഉപകരണം അദ്ദേഹം കൈകാര്യം ചെയ്യുന്നു. അപ്പം നമ്മുടെ പ്രിയപ്പെട്ട രാജേഷ്, അപ്പം ജോബിനോടെ ഉണ്ട്. ജോബിൻ കഴിഞ്ഞ ദിവസം എപ്പിസോഡിൽ പങ്കുവെച്ച കാര്യമാണ്. രാജേഷിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് വേൾഡിലെ എല്ലാ തലങ്ങളിലും ഈ പുല്ലാങ്കുഴലെന്ന ദൈവത്തിൻ്റെ സ്നേഹ കയ്യൊപ്പ് വാങ്ങിയ പ്രത്യേക കലാകാരൻ തന്നെ. അപ്പോൾ രാജേഷ് പ്രത്യേകിച്ച് ഇവിടെ ഇപ്പോൾ 30-35 എപ്പിസോഡ് കഴിഞ്ഞു. ഒരുപാട് തിരക്കിനിടയിലും രാജേഷ് ഇവിടെ വരുന്നു. ഈ പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടിയുള്ള ഈ പ്രോഗ്രാമിൽ തൻ്റെ സമയവും എല്ലാം കഴിവെല്ലാം സമർപ്പിച്ച് പാടുന്നു. എന്താണ് പ്രിയപ്പെട്ട രാജേഷിന് ഈ അമ്മയോട് ഒരു പ്രത്യേക അടുപ്പം കാണുന്നത്? അതൊന്ന് പങ്കുവെക്കുകയാണെങ്കിൽ ഇത്തരുണത്തിൽ ഒരു വലിയ പ്രേക്ഷകർക്കും കൂടി ഒരു വലിയ സന്തോഷദായക കാര്യമായിരിക്കും. എന്താ പറയുക, ജീവിതത്തിൽ ഒരു ചേഞ്ച് വന്നത് മാതാവിൻ്റെ ഉത്തരീയം എടുത്ത് കഴുത്തിലിട്ട അന്ന് മുതലാണ്. രാജേഷിന്റെ വീട്, കുടുംബമൊക്കെ ഒന്ന് പരിചയപ്പെടുത്തൂ. വീട് ചേർത്തലയിലാണ്. ചേർത്തല. അച്ഛനുണ്ട്, അമ്മയുണ്ട്, 2 അനിയന്മാരുണ്ട്, വൈഫ്, 2 കുട്ടികൾ. ഒരു എന്താ പറയുക, എൻ്റെ ഒരു SSLC കഴിഞ്ഞ സമയത്ത് ഇപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട പോലെ കാർമൽ OCD അച്ഛന്മാർ, മഞ്ഞമ്മൽ OCD അച്ഛന്മാരുടെ കയ്യിലാണ് ഞാൻ ചെന്ന് വീഴുന്നത്. എന്താ പറയുക, ഈ യുവത്വത്തിൻ്റെ ഒരു തിളപ്പിൽ നമ്മൾ നശിയേണ്ട സമയത്ത് ഒരു നല്ലൊരു അച്ഛൻ്റെ കയ്യിൽ ചെന്ന് വിട്ടു. ഒരു ഫാദർ ആൻഡ്രൂസ് പുത്തമ്പറമ്പിൽ. അങ്ങനെ അച്ഛൻ വഴി ധ്യാനങ്ങളിലൊക്കെ പോയി. ധ്യാനത്തിന് പോയ സമയത്താണ് അച്ഛനെ ട്രാൻസ്ഫറായി
കൊച്ചി CEC ധ്യാന കേന്ദ്രത്തിൽ അച്ഛൻ ചാർജ് എടുത്തു. അപ്പോൾ പെരുമ്പടപ്പിൽ. അപ്പോൾ ആന്റണി കാനപ്പള്ളി അച്ഛൻ അവിടെ ഉള്ള സമയത്താണ്. അപ്പോൾ അവിടെ ഉത്തരേയത്തിന് 750 വാർഷികത്തിനാണ് ഞാനവിടെ ചെല്ലുന്നത്. ആ സമയത്തൊക്കെ എന്താ പറയുക, വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. പക്ഷെ അന്ന് എന്താ പറയുക, ആ ഒരു കൺവെൻഷൻ കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഉത്തരയും കൊടുത്ത കൂട്ടത്തിൽ എനിക്കൊരു ഉത്തരയും തന്നു. അതെ, വെന്തിങ്ങ. അത് അന്നെടുത്ത് കഴുത്തിലിട്ടു. അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ ഡയറി നോക്കിയാൽ ഓൾമോസ്റ്റ് ഫില്ലാണ് എൻ്റെ ഡയറി. എനിക്ക് എത്തിപ്പെടാൻ പറ്റാത്ത കുഴപ്പം മാത്രമേ ഉള്ളൂ ലൈഫിൽ, ഫീൽഡിൽ. പ്രിയമുള്ളവരെ, നമ്മൾ ശ്രമിക്കുകയായിരുന്നു രാജേഷ് എന്ന ചേർത്തലക്കാരൻ. രാജേഷ് പുല്ലാങ്കുഴൽ എന്ന ആ ഉപകരണം കൈകാര്യം ചെയ്ത് ജീവിത വഴികളിൽ ഇതാ കണ്ടുമുട്ടുന്നു OCD സഭാംഗമായ വൈദികരെ, കർമ്മലമാതാവിൻ്റെ സഭ. അമ്മയുടെ ഉത്രീയം ധരിച്ച് കലയുടെ മേഖലയിൽ ആ മകൻ ചരിച്ചപ്പോൾ പരിശുദ്ധ അമ്മ കൂടെ നിന്ന് കരം പിടിച്ചതിൻ്റെ ആ സ്നേഹബലമാണ് ഇന്ന് ഈ കർമ്മല ഗീതങ്ങൾക്ക് വേണ്ടി എത്ര തിരക്കാണെങ്കിലും ഓടി വന്ന് അദ്ദേഹം ഈ പുല്ലാങ്കുഴൽ സമർപ്പിക്കുന്ന അമ്മയ്ക്ക്. ഈ വിശ്വാസ ജീവിതതലത്തിലേക്ക് പരിശുദ്ധ അമ്മയെ മുറുകെ പിടിച്ചുള്ള ആ പ്രയാണം ഒരുപാട് മാതൃകാപരമാണ്. തുടർന്ന് നമുക്ക് ആ അനുഭവങ്ങളിലേക്ക് ഒന്ന് കടന്നു പോകാം. രാജേഷ്, ഈ സംഗീത ജീവിതവും ഈ പരിശുദ്ധ അമ്മയോടുള്ള ഹൃദയ അർപ്പണത്തിൻ്റെ ആ അനുഭവമൊക്കെ ഒന്ന് പങ്കുവെച്ചാൽ അത് കൂടുതൽ ഞങ്ങൾക്ക് സന്തോഷമാണ്. ഇവിടെ പറയാനാണെങ്കിൽ ലൈഫിൽ ഇഷ്ടംപോലെ അനുഭവങ്ങളുണ്ട്. ഒരു പക്ഷേ ഈ ഒരു ദിവസം പോരാതെ വരും. ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് വെച്ചാൽ ആദ്യം ഒരു 10 വർഷത്തോളം ഇങ്ങനെ ഒരു ധ്യാനങ്ങൾക്കും കൊയറുകൾക്കും മാത്രമേ വായിച്ചിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ എൻ്റെ കൂട്ടുകാർ പറഞ്ഞു, അവൻ അച്ഛന്മാരുടെ കൂടി ലൈഫ് തകർന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ജാസി ഗിഫ്റ്റിൻ്റെ ലജ്ജാവതി കഴിഞ്ഞിട്ട് ആ ഹിറ്റിന് ശേഷം അദ്ദേഹത്തിൻ്റെ റെയിൻ കം അഗെയിൻ ആ ഫിലിമിലേക്ക് എന്നെ വായിക്കാൻ വിളിക്കാൻ. അപ്പോൾ എന്താ പറയുക, ഒരു ജാസി ഗിഫ്റ്റ് തിളങ്ങി നിൽക്കുന്ന സമയത്ത് ആ വർക്കിലേക്ക് എന്നെ വിളിക്കാൻ. ഞാൻ ഇവിടുന്ന് ട്രിവാൻഡ്രം വരെ പോയത്, ട്രിവാൻഡ്രത്തായിരുന്നു റെക്കോർഡിങ്. ഏകദേശം ഒരു 11ഓളം കൊന്ത ചൊല്ലിട്ടാണ് പോയത്. അപ്പോൾ അവിടെ ചെന്ന് ഞാൻ അവിടെ പേടിച്ച് ചെല്ലുമ്പോഴേക്കും വളരെ നല്ലൊരു മനുഷ്യനെ കാണുന്നു, ജാസി ഗിഫ്റ്റ് എന്നൊരു ക്യാരക്ടർ. അങ്ങനെ നമ്മളിങ്ങനെ ഈ ആൾക്കാർ പറഞ്ഞു എൻ്റെ ലൈഫ് തകർന്നു എന്ന് പറയുമ്പോഴേക്കും നമ്മളെ തമ്പുരാൻ പൊക്കി അങ്ങ് വയ്ക്കായിരുന്നു. എൻ്റെ ഫിലിമിൽ ഫസ്റ്റ് വർക്കാണത്. ഇപ്പോൾ ഏകദേശം 300ഓളം സിനിമ കഴിഞ്ഞു ദൈവാനുഗ്രഹത്താൽ. അതൊക്കെ ശരിക്കും ഗിഫ്റ്റാണ്, വേറെ ഒന്നും എനിക്ക് പറയാനില്ല. നമ്മൾ ശ്രമിച്ചു അച്ഛന്മാരുടെ കൂടെ നടന്ന് അവൻ്റെ ജീവിതം പോയി എന്ന് ചുറ്റുപാടുകൾ വിലയിരുത്തിയപ്പോൾ, വിധി എഴുതിയപ്പോൾ ദൈവം ആ മകനെ കണ്ടു. ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും, ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും, ആരൊക്കെ കുറ്റപ്പെടുത്തിയാലും ഇതാ പരിശുദ്ധ അമ്മയുടെ സ്നേഹകരങ്ങൾ ആ മകനിലേക്ക് നീണ്ടു ചെന്നപ്പോൾ ആ മകനെ കരം പിടിച്ച് അമ്മ നയിച്ചു. അനേക തലങ്ങളിൽ പുല്ലാങ്കുഴലിൻ്റെ ആർദ്രമായ സംഗീതം ഉതിർക്കുവാൻ, അമ്മയ്ക്ക് വേണ്ടി തന്നെയുള്ള ഈ ശുശ്രൂഷ വേദിയിൽ ആലപിക്കുവാൻ നമ്മൾ ശ്രമിച്ചില്ലേ. 10 വർഷത്തോളം ധ്യാനത്തിനും കൺവെൻഷനും വേണ്ടി മാത്രം വായിച്ചു. ദൈവത്തിന് വേണ്ടി ആരെല്ലാം എന്തൊക്കെ ചെയ്യുന്നോ അതിന് 100 ഇരട്ടി പ്രതിഫലം ദൈവം നൽകുമെന്നുള്ള സാക്ഷ്യം നമുക്ക് അനുഭവമാകട്ടെ.
നിൻ തിരുസന്നിധാനം അണയുന്നു ഞങ്ങൾ നിൻ സവിധേ മറിയാമ്പികേ നിൻ തിരുസന്നിധാനം അണയുന്നു ഞങ്ങൾ നിൻ സവിധേ യേശുവിനമ്മേ എൻ പ്രിയതായേ യേശുവിനമ്മേ എൻ പ്രിയതായേ നീ എൻ്റെ സർവം ഞാൻ നിന്റെ സ്വന്തം മറിയാമ്പികേ നിൻ തിരുസന്നിധാനം അണയുന്നു ഞങ്ങൾ നിൻ സവിധേ മധുരം മധുരം മധുരോദാത്തം വിമലം മധുരമയം അഭയം അഭയം അനുപമ സ്നേഹം അഭയം അഭയം അനുപമ സ്നേഹം വിമലം സ്നേഹമയം വിമലം സ്നേഹമയം മറിയാമ്പികേ നിൻ തിരുസന്നിധാനം അണയുന്നു ഞങ്ങൾ നിൻ സവിധേ യേശുവിനമ്മേ എൻ പ്രിയതായേ യേശുവിനമ്മേ എൻ പ്രിയതായേ നീ എൻ്റെ സർവം ഞാൻ നിന്റെ സ്വന്തം മറിയാമ്പികേ നിൻ തിരുസന്നിധാനം അണയുന്നു ഞങ്ങൾ നിൻ സവിധേ അമൃതം അമൃതം അനശ്വരഭാവം വിമലം അമൃതരസം കരുണം കരുണം കരുണോദാരം കരുണം കരുണം കരുണോദാരം വിമലം കരുണരസം വിമലം കരുണരസം മറിയാമ്പികേ നിൻ തിരുസന്നിധാനം അണയുന്നു ഞങ്ങൾ നിൻ സവിധേ മറിയാമ്പികേ നിൻ തിരുസന്നിധാനം അണയുന്നു ഞങ്ങൾ നിൻ സവിധേ യേശുവിനമ്മേ എൻ പ്രിയതായേ യേശുവിനം
അമ്മേ എൻ പ്രിയ തായേ, നീ എൻ്റെ സർവം, ഞാൻ നിന്റെ സ്വന്തം. മരിയാമ്പികേ നിൻ തിരുസന്നിധാനം അണയുന്നു ഞങ്ങൾ നിൻ സവിധേ. പരിശുദ്ധ മറിയമേ, നീ ഞങ്ങളുടെ സർവവുമാണ്, ഞങ്ങൾ അമ്മയുടെ സ്വന്തവും. കുഞ്ഞുങ്ങളെന്ന പോലെ, ഒരു നല്ല അമ്മയുടെ അരികിലെന്ന പോലെ അമ്മയെ അഭയം പ്രാപിച്ച് ആ സന്നിധി പുൽകാം. അമ്മേ, എന്നും അമ്മ ഞങ്ങളുടെ ഉറപ്പാണ്. യേശുവെന്ന നിത്യസത്യത്തിലേക്ക്, ജീവരക്ഷയിലേക്ക് എന്നും കരം പിടിക്കുന്ന സ്നേഹവഴി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, അവിടുത്തെ സ്നേഹാംബികയെ ഞങ്ങൾക്ക് നൽകിയല്ലോ. അമ്മേ, കളങ്കമില്ലാത്ത ആ വിമല ഹൃദയത്തിൽ ഞങ്ങൾക്ക് ഇടം തരണമേ. അമ്മയുടെ തിരുപുത്രനായ ഞങ്ങളുടെ രക്ഷകനിലേക്ക് അമ്മ ഞങ്ങളെ ചേർത്ത് നിർത്തണമേ. ഇന്നും എന്നും എന്നേക്കും അമ്മയുടെ തിരുപുത്രൻ്റെ സാക്ഷികളായി നീങ്ങുവാൻ അമ്മ ഞങ്ങൾക്ക് സഹായമരുളണമേ. ആ ഉത്തരീയത്തിൽ എന്നും ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ. അമ്മയുടെ തിരുപുത്രൻ്റെ ദിവ്യരാജ്യമഹത്വത്തിൽ ഞങ്ങളെയും പങ്കാളികളാക്കണമേ. ആമേൻ.